ഷൈനി എന്തൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. എന്താണ് ഷൈനി ഇത്? ഹലോ നമസ്കാരം. സ്റ്റോക്ക് ട്രിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇതേവിടെ കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യല് കൂന്തൽ നിറച്ചതാണ്. അപ്പൊ ഞാനതിങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂന്തൽ ഞാൻ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്നത്. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ബാക്കിയുള്ള കൂന്തലും കൂടി ക്ലീൻ ചെയ്യാണ്. അപ്പോൾ കൂന്തലെല്ലാം ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഉപ്പ് പരട്ടി വെക്കാം. നമ്മൾ കണവ നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പം അത്രയും ടൈം ഇതൊന്ന് നന്നായിട്ട് ഉപ്പ് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം. അപ്പം കണവ നിറച്ചതിലേക്ക് നമ്മൾ തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മസാല റെഡിയാക്കണൊക്കെ മുന്നേ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഏകദേശം ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റണം. അപ്പം അതിനാവശ്യമായ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. ആദ്യം അതിട്ട് കൊടുക്കും. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, ഒരു 8-10 വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് 2 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉള്ളിലൊക്കെ വഴണ്ട് കിട്ടും. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി മൂപ്പിച്ചെടുക്കാം.
പൊടിയൊക്കെ നന്നായിട്ട് പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പുളിരസത്തിനായി കുറച്ച് നാരങ്ങാനീര്. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വേപ്പില ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒത്തിരി സമയമൊന്നും കൂന്തൽ വേവിക്കണ്ട. ഒത്തിരി സമയം വേവിക്കാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോയിട്ട് ഭയങ്കര റബ്ബർ പോലെ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. കൂന്തൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂന്തൽക്ക് നിറയ്ക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഓട്സ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ കാൽസ്യരിയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. ഓട്സ് നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മളത് കോട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ഓട്സൊക്കെ വേവാത്ത പോലെ ഉണ്ടാവും. അപ്പം അതിനാണ് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്നത്. നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. അതിൽ അപ്പോൾ ഓട്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് മസാല ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കണവേലും കൂടി നമുക്കിത് മസാല ഫില്ല് ചെയ്ത് ഇതുപോലെ വെക്കും. അപ്പം ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല എല്ലാം ഈ കണവേരുള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതൊന്ന് മുക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കണം. അപ്പം ഞാനിവിടെ അരിപ്പൊടിയും കുറച്ച് കോൺഫ്ലവറാണ് എടുക്കുന്നത്. അപ്പോൾ ആ ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ് അതിലേക്ക് ഈ ബാറ്ററിൽ മുക്കിയെടുത്ത് വറുത്ത് വെച്ച് ഓട്സ് കൊണ്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കൂന്തളും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഈ കൂന്തലിനെ. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഷൈനി ഉണ്ടാക്കിയ കൂന്തൽ നിറ അല്ലേ? അപ്പോൾ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ മസാല ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല. ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ മുന്നേ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ ഒരു റെസിപ്പി പറഞ്ഞു തരണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ ടേസ്റ്റ് നമ്മൾ KFC-യിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഏകദേശം. ചിക്കൻ മാറി കൂന്തലായി നോക്കണം. അതെ. അപ്പൊ ഇത് ഓട്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ ആണെങ്കിലും നമ്മൾ ഓട്സ് ഇതുപോലെ വറുത്തിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആവും ചെയ്യും. KFC-യുടെ ഒരു ടേസ്റ്റും നമുക്ക് നന്നായിട്ട് ആ ഫ്ലേവർ കറക്റ്റായിട്ട് അത് കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ എത്രയും വേഗം എത്താം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.